നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ പൊതുവെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും മാസത്തിൻ്റെ പകുതി വരെ അനുകൂലമായി തീരും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അവലംബിക്കുവാനും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് സാധ്യതയുള്ളത്. മാസത്തിൻ്റെ പകുതി മുതൽ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ ഗൃഹത്തിൽ നിന്നും വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാനിടയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി മാസത്തിൻ്റെ പകുതി മുതൽ മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കും. അസുഖങ്ങൾക്ക് വിദഗ്ധ പരിശോധന വേണ്ടിവരും. ചെറിയ തോതിൽ ശസ്ത്രക്രിയയ്ക്ക് യോഗമുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ആവുന്നതും ഈ മാസത്തിൻ്റെ പകുതി മുതലാവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പദ്ധതി സമർപ്പണം, പരീക്ഷണ നിരീക്ഷണങ്ങൾ മുതലായവയൊക്കെ തന്നെ മാസത്തിൻ്റെ പകുതി മുതൽ അവലംബിക്കുന്നത് വിചാരിച്ച പോലെ നേട്ടമോ വിജയമോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഈ വക സാഹചര്യത്തിൽ നിന്നും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാസത്തിൻ്റെ പകുതി മുതൽ വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളും സ്വന്തക്കാരും വിപരീതമായി തീരുവാനിടയുണ്ട്. അവ്യക്തമായിട്ടുള്ള പണം ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അസുഖങ്ങൾക്ക് വിദഗ്ധ പരിശോധനയും ശസ്ത്രക്രിയയും വേണ്ടിവരും. ഒരു പക്ഷേ പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം, വിദഗ്ധമായിട്ടുള്ള ആയുർവേദ ചികിത്സ എന്നിവ അവലംബിക്കുന്നത് രോഗശമനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ പലതും പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഒരു പക്ഷേ മറന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾ വിരോധികളായി തീരും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. ശസ്ത്രക്രിയയ്ക്ക് ഒരു പക്ഷേ അനിഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീതമായി തീരുവാനിടയുണ്ട്. ബന്ധുക്കളും സ്വന്തക്കാരും വിപരീതമായി തീരുമെങ്കിലും അവരുള്ള സമീപനം വിപരീതമായി തീരരുത് എന്ന് പറയുന്നു. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങളും ഈശ്വര പ്രാർത്ഥനകളും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. മൂലം നക്ഷത്രക്കാരുടെ ഈ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.